ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഡിസൈൻ ചെയ്യാം കേട്ടോ. നെക്കിൻ്റെ അടുത്ത് നിന്ന് താഴത്ത് നമ്മുടെ ചെസ്റ്റ് ഏരിയയിൽ വരുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമ്മുടെ നെക്ക് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ അടുത്ത് നിന്ന് ഒരു 3 ഇഞ്ച് നമ്മളിങ്ങനെ സ്പേസ് വിടുക. 3 ഇഞ്ച് സെൻറ്ററിലായിട്ട് നമ്മളൊരു ഗ്യാപ്പ് വിടുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ പോട്ട്ലി ബട്ടൺ വെക്കേണ്ടതാണ്. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോട്ട്ലി ബട്ടൺ വെക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് അതാ ഇവിടെ കണ്ടോ, നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. കണ്ടോ, ആം ഹോളിൻ്റെ ആ ഏരിയയിലോട്ട് ഇങ്ങനെ കർവായിട്ട് പോകുന്നുണ്ട്. 2.5 ഇഞ്ചിൽ താഴെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. 2.5 ഇഞ്ചിൽ നമ്മളൊരു ചെറിയൊരു ബോക്സ് പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. അതായത് നമ്മുടെ നെക്കിൻ്റെ താഴത്തുനിന്ന് 3 ഇഞ്ചിൽ നമ്മൾ പോട്ട്ലി ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ നെക്കിൻ്റെ താഴത്തുനിന്ന് 3 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ. 3 ഇഞ്ച് വിട്ട് 2.5 ഇഞ്ചിലാണ് ഈ വർക്ക് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലും സെക്കൻഡ് സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അതായത് നമ്മുടെ ആം ഹോൾ പോർഷനാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് വരുന്നത് മിറർ വെച്ചിട്ടുള്ളൊരു വർക്കാണ്. അപ്പം നമ്മുടെ ക്ലാസ് കണ്ടവർക്കറിയാം മിറർ വെച്ച് എങ്ങനെയാണ് ബീഡ് വെച്ച് വർക്ക് ചെയ്യുന്നതെന്നുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വലിയ റൗണ്ടിൽ നമ്മൾ മിററാണ് വെക്കുന്നത് കേട്ടോ. മിറർ വെച്ചിട്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെക്കുന്നുണ്ട്. ഈ 2 മിററിൻ്റെയും സെൻറ്ററിലായിട്ട് ചെറിയൊരു ഷേപ്പ് കണ്ടില്ലേ, ഇവിടെ നമുക്ക് സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്തിട്ട് നമുക്കൊരു 6 പെറ്റൽ പോലെ 2 കട്ട് ബീഡ് വീതം വെച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കണ്ടല്ലോ, 2 മിറർ വെക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കണ്ടോ, പിന്നെ ഇവിടെ വരുന്നത് 2 കുഞ്ഞ് ഷേപ്പാണ്, കുഞ്ഞ് റൗണ്ടാണ്. ഈ കുഞ്ഞ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5-6 കട്ട് ബീഡ് വെച്ചെടുക്കുക. ഇവിടെ വരുന്നത് മിററാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ സെൻറ്ററിൽ ചെയ്തതുപോലെ. അപ്പോൾ സെൻറ്ററിൽ വരുന്നത് എന്താണ്? സെൻറ്ററിൽ വരുന്നത് 2 മിററും സെൻറ്ററിൽ ഇതുപോലെ ഒരു ഷേപ്പുമാണ്. തൊട്ടടുത്ത് വരുന്നത് ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു ഫ്ലവർ ചെയ്യുക. സെൻറ്ററിലാണ് മിറർ വർക്ക് വരുന്നത്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തിരിക്കുന്നില്ല, അവിടെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് പാറ്റേൺ വരുന്നത്. നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് വേണം കേട്ടോ. അതാണ്ട് ആൻറ്റിക് ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ മിറർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ മിററിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഷുഗർ ബീഡ് വേണ്ടത്. കണ്ടല്ലോ, ഞാൻ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു വലുപ്പത്തിലുള്ള മിററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സ് ആണ്. ആൻറ്റി കളർ കട്ട് ബീഡ്സ് വേണം. പിന്നെ നമുക്ക് റൗണ്ട് ഗോൾഡൻ കളർ ബീഡ്സ് വേണം. പിന്നെ ഞാനിവിടെ B6000 ഗം എടുത്തിട്ടുണ്ട്. ഈ ഗം കയ്യിലില്ലാത്തവർ നമ്മുടെ നോർമൽ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ എടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്ന ത്രെഡ് വേണം. നീഡിൽ നമ്പർ 12 വേണം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗം ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മിറർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഈ മിറർ ഉണ്ടല്ലോ, ഈ മിററിൽ ഞാനിവിടെ ഗം അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ ഇത് നല്ല ഗമ്മാണ് കേട്ടോ, പെട്ടെന്ന് ഒട്ടും. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഈ മിറർ വെക്കുവാണേ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും മെറ്റീരിയൽ നന്നായിട്ട് അത് ഉണങ്ങി ചേരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്യാവേ. ഞാനിതിപ്പോൾ നമ്മുടെ ഈ B6000 ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒട്ടിച്ച് വെച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഈ സെൻറ്ററിലായിട്ട് നമ്മൾ വരുന്ന 2 ഭാഗത്തും മിറർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മിററിനെ കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നീഡിൽ മേളിലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഷുഗർ ബീഡ് നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എത്ര ഷുഗർ ബീഡാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ കേട്ടോ. എക്സസ് ആണെങ്കിൽ എടുത്ത് മാറ്റുക, കുറവാണെങ്കിൽ നമുക്ക് 1-2 ബീഡ് കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 32 ബീഡുകൾ, നമ്മൾ എടുക്കുന്ന ബീഡ് എത്രത്തോളം വലിപ്പമാണോ അതനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ താഴേക്ക് ഇറക്കുവാണ് ചെയ്യുന്നത്. പിന്നെ പല ഭാഗത്തായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാൽ മാത്രമേ നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം നമുക്കൊരു 3-4 ബീഡ് ഇടവിട്ട് ലോക്ക് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു മിററിന് ചുറ്റും ഇതുപോലെ ബീഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സെക്കൻഡ് ഇവിടെയും വീണ്ടും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത്തെ മിററും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു മിറർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിലെ ബീഡ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങ് അറ്റത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് നമ്മളിവിടെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. 2 പ്രാവശ്യം ലോക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് 5 പെറ്റലുള്ള 2 കട്ട് ബീഡ് വീതം 5 പെറ്റുള്ള ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാവേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെൻറ്ററിലൊരു ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 പെറ്റലുള്ള ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. 2 ബീഡ് വീതം നമുക്ക് 6 പെറ്റൽ പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന ഏരിയയിൽ നമ്മൾ രണ്ട് ചെറിയ റൗണ്ടും ഒരു വലിയ റൗണ്ടും വരച്ചിട്ടില്ലേ. അപ്പോൾ ഈ 2 ചെറിയ റൗണ്ടിൽ നമുക്ക് ചെറിയ ഫ്ലവർ ചെയ്യാം. വലിയ റൗണ്ടിൽ ഇതുപോലെ തന്നെ മിറർ വെച്ച് കവർ ചെയ്തെടുക്കുന്ന വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും നമുക്കിവിടെ സെൻറ്ററിൽ വരുന്നത് ഇതുപോലത്തെ മിററാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിറർ കവർ ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇവിടെ വരുന്നത് ഇതുപോലുള്ള മിററാണ്. ഈ മിററിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 30 ഷുഗർ ബീഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ഫുള്ള് കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോവേ. അപ്പോൾ ഇതുപോലെ വീണ്ടും ഇവിടെ ഷുഗർ ബീഡ് കൊടുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് ഫുള്ള് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഈ വലിയ റൗണ്ട് വരുന്ന ഇത് കറക്റ്റ് നമ്മൾ ആ പോട്ട്ലി ബട്ടണിൻ്റെ മിഡിലായിട്ട് വരുന്ന ഭാഗത്ത് 2 മിറർ വെക്കുക. സെൻറ്ററിൽ ഇതുപോലെ ഫ്ലവർ ചെയ്യുക. തൊട്ടടുത്ത് ഇതുപോലെ ചെറിയ 2 ഫ്ലവർ ചെയ്യുക. മിഡിലായിട്ട് നമ്മൾ മിറർ വെച്ച് കൊടുത്ത് ബീഡ്സ് കവർ ചെയ്തെടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ ചെസ്റ്റ് ഫുള്ളും ഈ 2.5 ഇഞ്ചിലും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ബാക്കി വരുന്ന കുറേ ഭാഗത്ത് സ്പേസ് കിടപ്പുണ്ടല്ലോ, ഇങ്ങനെ കുറേ സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കട്ട് ബീഡ് വെച്ച് ഫില്ല് ചെയ്തെടുക്കുവാണ് വേണ്ടത്. ഒത്തിരി തിക്കായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് മാത്രം ചെയ്താൽ മതി. നല്ലൊരു വർക്കാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടണൊക്കെ വെച്ച് വരുമ്പോൾ ഈ വർക്ക് കൂടെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. മിറർ വർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സ് ഫുള്ള് വരുന്നത് കേട്ടോ. പറഞ്ഞത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്ലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. മിറർ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ മിററിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ 2 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ നമ്മൾ പോട്ട്ലി ബട്ടൺ കൊടുക്കുന്നുണ്ട്. അതിന് താഴത്തായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മെറ്റീരിയൽ ജോർജറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.